ഞാനിപ്പോഴത് നമ്മുടെ സിനിമയിലെ തറവാട് എന്നൊക്കെ അറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ വരിക്കാശ്ശേരി മനയിലാണ് കേട്ടോ. ഒറ്റപ്പാലത്തിനടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു മന വരുന്നത്. ഒരുപാട് നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇപ്പോഴാണ് കേട്ടോ കാണാൻ പറ്റിയത്. പിന്നെ നമ്മുടെ മലയാള സിനിമകൾ ഒരുപാട് ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഒരു സിനിമയുടെ തറവാട് എന്നറിയപ്പെടുന്നത്. നമ്മുടെ ആറാം തമ്പുരാൻ, ബാണാസുരം, ബ്രഹ്മയുഗം, ദ്രോണ, ആനന്ദഭദ്രം, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വന്ന സമയത്ത് ഇതാ നല്ല വെയിലായിരുന്നു കേട്ടോ. 2 ദിവസം മുന്നേയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പം മഴയൊക്കെ ആയിരിക്കും, നല്ല വൈബായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. എന്തായാലും നമ്മൾ ആഗ്രഹിച്ച് വന്നതാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ഇട ദിവസമാണ് നമ്മൾ വന്നത്. ഇട ദിവസമാണെങ്കിലും നല്ല തിരക്കായിരുന്നു. എല്ലാവരും ഇതാ അകത്താണ് കേട്ടോ ഇതിൻ്റെ. അവിടെയാണ് ഫോട്ടോ എടുക്കാനുള്ള തിരക്ക്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തോട്ടൊക്കെ ഒന്ന് കയറി നോക്കിയാലോ. നമ്മൾ ആ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ചിട്ടിട്ട് വേണം കേട്ടോ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ സിനിമയിൽ കാണുന്ന ആ ഒരു ചെയറൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതായത് കുറച്ച് മ്യൂറൽ ആർട്ടുകളൊക്കെ ഈ ഒരു ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ. എല്ലാവരും ഇവിടെ ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലാണ്. പിന്നെ ഇതാ നമ്മുടെ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെയും കുറേ മ്യൂറൽ ആർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എൻട്രി ഫീ ഉണ്ട് കേട്ടോ. ഒരു 30 രൂപയായിരുന്നു നമുക്ക് എൻട്രി ഫീ വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞത് നമ്മൾ ഫോട്ടോ എടുക്കാൻ നല്ല വെയിലായിരുന്നു കേട്ടോ. ഇവിടുന്ന് ആകാശത്തേക്കുള്ളൊരു കാഴ്ചയുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ നല്ല വെയിലായതുകൊണ്ട് ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. നമ്മൾ പിന്നെ കുറച്ച് വെയിലൊക്കെ ആറിയതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് ഫോട്ടോ എടുത്തത്. 3 നിലയിലായിട്ടുള്ളൊരു 4 കെട്ട് മനയാണ് കേട്ടോ ഇത്. ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്. എവിടെ നോക്കിയാലും വാതിലും ജനലുമാണ് കേട്ടോ ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു 3 നിലയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റൂല. താഴെ ഉള്ള ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാലത്തെ പഴക്കല്ലേ, അതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് അവർ കടത്തി വിടാത്തത്. അപ്പോൾ നമ്മൾ ഇവിടെ താഴ്ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ താഴ്ഭാഗത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. താഴെയാണെങ്കിലും കുറേ റൂമുകളൊക്കെ അവർ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് പിന്നെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ചെറിയൊരു മനയാണ്. അവിടെ നിന്നുള്ളൊരു കാഴ്ച നമ്മൾ ആ ഒരു വലിയ മനയിലേക്കുള്ളൊരു കാഴ്ച അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല വെയിലായതുകൊണ്ടൊരു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ട് ഈ ഒരു സമയം കേട്ടോ. നമ്മൾ ഉച്ച സമയത്ത് വന്നിട്ടുണ്ടെങ്കിലും ഫോട്ടോ എടുക്കലും വെയിൽ പോകാൻ വേണ്ടി കാത്തിരിക്കലും ഒക്കെ ആയിട്ട് ഇതാ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ കഥ പറഞ്ഞ് അവിടെ റെസ്റ്റ് എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെയാണ് കേട്ടോ. എന്തായാലും നല്ലൊരു കാഴ്ചയാണ്. നിങ്ങൾ പാലക്കാടൊക്കെ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കേട്ടത്. പണ്ടുള്ള തറവാട് വീടുകൾ കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമാണ് കേട്ടോ. എന്തായാലും ഒന്ന് വന്ന് നോക്കുക. പിന്നെ 3 നിലകളും നമുക്ക് കാണാൻ പറ്റാത്തൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. എന്തായാലും പറ്റിയതൊക്കെ കണ്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.